ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവി സ്തവം. ശ്ലോകം 6. പമ്പരത്തൊടു പകച്ചിടും ഭ്രമണവേഗമുള്ള മതിയോടുവന്ന് അമ്പരത്തിലണയുന്നതിന്നിവനാശക്തനെന്നു കരുതിയിടു നീ. അൻപിരം നടികൾ വാഴ്ത്തി നിൽക്കും അഗതിക്കു സദ്ഗതി വരുത്തിടും നിൻപദത്തോടു ലയിപ്പതിന്നു നിയതം വരം തരുക മംഗലേ. പകച്ചിടും പകവയ്ക്കുന്ന, മത്സരിക്കുന്ന. ഭ്രമണവേഗം കറക്കത്തിൻ്റെ വേഗത. മതി ബുദ്ധി. അമ്പരം ചിദംബരം, അശക്തൻ കൽപ്പില്ലാത്തവൻ. അൻപ് ദയ കാരുണ്യം. ഇരന്ന് യാചിച്ച്. അഗതി ഗതികെട്ടവൻ. സദ്ഗതി നേരായ മാർഗം. ആദിമഹസിൻ നേരാം വഴി. പദം കാൽ. മംഗലേ മംഗലരൂപിണി. നിയതം സുനിശ്ചിതമായ. പമ്പരത്തോട് മത്സരിക്കാവുന്ന, ഭ്രമണവേഗമുള്ള. എൻ്റെ ബുദ്ധിയോടുകൂടി ചിദംബരത്ത് വന്നണയുന്നതിന് ഇവൻ ശക്തനല്ല എന്ന് അല്ലയോ മംഗലരൂപേ നീ കരുതിയാലും. നിന്റെ അൻപിനു വേണ്ടി ഇരന്ന് നിന്റെ കാലുകളെ സ്തുതിച്ചു നിൽക്കുന്ന അഗതിയായ എനിക്ക് സദ്ഗതി വരുത്തുവാൻ കഴിവുള്ള നിന്റെ കാലുകളിൽ ലയിക്കുവാൻ നിയതമായ വരം എനിക്ക് തരിക. ഈശ്വരകാരുണ്യം മോക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ്. ദാസമാർഗം, സത്പുത്രമാർഗം, സഖാമാർഗം, സന്മാർഗം എന്നിങ്ങനെ ഭക്തനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനമാക്കി മോക്ഷമാർഗം 4 വിവരിക്കുന്നു. ശൈവസിദ്ധാന്തികൾ ഇവയിൽ 4-മത്തേതാണ് സദ്ഗതി കൊണ്ടുദ്ദേശിച്ചിട്ടുള്ളത്. ഈ മാർഗങ്ങൾക്ക് യഥാക്രമം ചര്യ, ക്രിയ, ജ്ഞാനം, യോഗം എന്നും പറയാം. ഇവ കൊണ്ട് ലഭിക്കുന്നതാകട്ടെ സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം എന്നിവയും. കാലിൽ അണയുക സായുജ്യം തന്നെ. അമ്മയുടെ കാലടിയിൽ അടിയാനുള്ള അത്യാർത്തി വ്യക്തമാക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം